സിനിമയുടെ തുടക്കം തന്നെ കാണിക്കുന്നതാണെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നും ഏതൻ എന്ന് പറഞ്ഞ ഒരാള് രാവിലെ എഴുന്നേൽക്കുകയും രാവിലെ ജോലിക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇതിന്റെ ഇടയ്ക്ക് വാർത്ത വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ അവിടെ ഒരു എമർജൻസി അലർട്ട് എന്ന് പറഞ്ഞ ഇത് കാണിക്കുകയാണ്. ആ ഒരു ചാനൽ മാത്രമല്ല, എല്ലാ ചാനലിലും ഇതാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പുറത്തൊരു സൗണ്ട് കേട്ടിട്ട് ഇതെന്താണ് സംഭവം എന്ന് പുറത്ത് പോയി നോക്കിയപ്പോഴാണെങ്കിൽ ഒരു ഹെലികോപ്റ്റർ ആണെങ്കിൽ വേറെ ഒരു കെട്ടിടത്തിൽ ഇടിച്ചു കയറുകയും അത് പൊട്ടിത്തെറിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത് കണ്ട് പേടിച്ചിട്ട് ഒരു റൂമിനകത്ത് കയറുകയാണ്. അന്നേരമാണ് തന്റെ അയൽവാസിയാണെങ്കിൽ ആ റൂമിലേക്ക് കടന്നു വരുന്നത്. അന്നേരം ആകെ പേടിച്ചിട്ടാണ് ആ ഒരു അയൽവാസി വരുന്നത്. ഈ ഒരു അയൽവാസി പറയാണ്, എന്നെ രക്ഷിക്കണം, എനിക്കിവിടെ താമസിക്കാനായിട്ടുള്ള സൗകര്യം ചെയ്തു തരണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ റൂംമേറ്റ് ആണെങ്കിൽ അക്രമാസക്തനായി എന്നെ ഉപദ്രവിക്കാനായിട്ട് വന്നു. ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു അയൽവാസി അവിടെ കടന്നു വരുന്നത്. ഈ പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാനായിട്ട് ഏതൊരു ആ ഒരു അയൽവാസി ആണെങ്കിൽ വാർത്ത വെച്ച് നോക്കുകയാണ്. ഈ വാർത്ത വെച്ച് നോക്കുമ്പോൾ അവൻ അറിയാൻ സാധിച്ചത് പുറത്ത് മൊത്തമാണെങ്കിൽ ഒരു വൈറസ് വ്യാപിച്ചിരിക്കുകയാണ്. ആ ഒരു വൈറസ് ബാധിച്ച ഒരാളിൽ നിന്നും കടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മുറിവോ ചെറിയൊരു പാടുണ്ടായാൽ പോലും അയാൾ സോംബിയായി മാറുമെന്ന് ഈ ഏതിനും അയൽവാസിയും മനസ്സിലാക്കുകയാണ്. അപ്പൊ അന്നേരമാണ് ഈ ഏതൻ കാണുന്നത് ആ ഒരു അയൽവാസിയുടെ കഴുത്തിലാണെങ്കിൽ വേറൊരു സോംബി കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏതൻ പെട്ടെന്ന് തന്നെയാണെങ്കിൽ ആ ഒരു അയൽവാസി ആക്രമണത്തിനാവുന്ന മുമ്പാണെങ്കിൽ ആ ഒരു റൂമിൽ നിന്നും പുറത്താക്കുകയാണ്. പുറത്താക്കിയ ഉടനാണെങ്കിൽ ആ ഒരു ഏതൻ കഥ അടയ്ക്കുകയാണ്. അന്നേരം ആ ഒരു ചെറിയ ഹോളിക്കൂടെ പുറത്തേക്ക് നോക്കുമ്പോഴാണെങ്കിൽ ആ ഒരു അയൽവാസിയെ മറ്റു സോംബുകളെല്ലാം കൂടി ഈ കടിക്കുന്നതാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ ഏതൻ നല്ലതാ പേടിക്കുന്നുണ്ട്. അന്നേരം ഇത് റൂമിനകത്ത് തന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ തന്റെ മാതാപിതാക്കൾ തനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. കാരണം ആയിരിക്കുന്നിടത്ത് തന്നെ സുരക്ഷിതനായിട്ടിരിക്കുക, നമുക്ക് എപ്പോഴെങ്കിലും കാണാം എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കാണുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം തന്റെ ബോറടി മാറ്റാനായിട്ട് ടെലിവിഷൻ സംഭവം എല്ലാം കാണുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണെങ്കിൽ താൻ ഒറ്റയ്ക്കുള്ള ഏകാന്തമായ ജീവിതം വ്ലോഗ് ചെയ്യാനായിട്ട് തുടങ്ങി. താൻ വ്ലോഗ് റെക്കോർഡ് ചെയ്യുന്നതിന് ഇടയ്ക്കാണെങ്കിൽ അടുക്കള ഭാഗത്തു നിന്നുള്ള സൗണ്ട് കേൾക്കാണ്. ആ ഒരു സൗണ്ട് കേട്ടിട്ട് എന്താണെന്ന് നോക്കാൻ ചെന്നപ്പോഴാണെങ്കിൽ അവിടെ ഒരു സോംബി നിൽക്കുകയാണ്. ആ ഒരു സോംബി ആണെങ്കിൽ ഏതൻ കൈ കിട്ടിയ സാധനം വെച്ച് കൊന്നിട്ട് ആ ഒരു ബോഡി ആണെങ്കിൽ പുറത്തേക്ക് കൊണ്ട് ഇറങ്ങി. എന്നിട്ട് ആ ഒരു സോംബി എങ്ങനെയാണ് തന്റെ ആ ഒരു റൂമിനകത്തേക്ക് വന്നതെന്ന് ഏതൻ ഫുള്ളും തപ്പുകയാണ്. അവസാനം മനസ്സിലായി ഈ ബാത്റൂമിലുള്ള ഈ വെന്റിലേഷൻ വഴി ആയിരിക്കും ഈ ഒരു സോംബി ഈ ഒരു റൂമിനകത്തേക്ക് വന്നതെന്ന് ഏതൊരു മനസ്സിലാവുകയാണ്. അപ്പൊ ശരിയായ രീതിയിലാണെങ്കിൽ ഒരു വെന്റിലേഷൻ സംഭവം എല്ലാം ഈ ഏതൻ അടയ്ക്കുകയാണ്. ഇതിനു ശേഷമാണ് തന്റെ ഫോണിലേക്ക് വന്ന ഒരു മെസ്സേജ് കാണുന്നത്. ആ ഒരു മെസ്സേജ് ആണെങ്കിൽ തന്റെ പേരൻസ് അയച്ചതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരും ഒരു സോംബിയായി ഇനി നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല നമുക്ക് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആയിരുന്നു. അന്നേരമാണ് ഈ ഏത് മനസ്സിലാക്കുന്നത് താൻ ഒരു അനാഥനായി എന്ന് പറഞ്ഞാൽ തനിക്കൊരു ടെൻഷനും വിഷമവും ദേഷ്യവും എല്ലാം ഒരുമിച്ച് വരികയാണ്. അപ്പം ഈ ഒരു സോംബികളെല്ലാം കൊല്ലാനായിട്ട് ഇത് ഏതും പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിൽ മനസ്സിലായി അവിടെ കുറെ അധികം സോംബികളുണ്ട് എന്ന് മനസ്സിലായി. ഒരു വിധത്തിൽ ഏതനാണെങ്കിൽ റൂമിനുള്ളിലേക്ക് കയറി. അന്നേരം ഉണ്ടായ ദേഷ്യത്തിലും വിഷമത്തിലും ആണെങ്കിൽ ഏതനാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അന്നേരമാണ് ഈ റോഡിന്റെ അപ്പുറ സൈഡിലുള്ള ഒരു ബിൽഡിങ്ങിലാണെങ്കിൽ ഒരു പെൺകുട്ടിയെ കാണുന്നത്. അന്നേരം ഏതൻ മനസ്സിലാവുകയാണ് താൻ മാത്രമല്ല ജീവനോടുള്ള ഒരാളും കൂടെ ഏതൻ കാണുകയാണ്. അതും ഏറെ കാലത്തിന് ശേഷമാണ് ഏതൻ കാണുന്നത്. കുറെ നേരം കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയും ഇത് ഏതനെ കാണുകയാണ്. എന്നാൽ അവര് തമ്മിലാണെങ്കിൽ ഈ പേപ്പറിൽ എഴുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് അവർ ആശയവിനിമയം നടത്തുകയാണ്. അന്നേരം ഈ പെൺകുട്ടി പറയാണ് എനിക്ക് ഇവിടെ ഫുഡുണ്ട്, ഇവിടെ വെള്ളമില്ല എന്ന് പറയാണ്. അന്നേരം അവിടെ വെള്ളമെല്ലാം നേരത്തെ തീർന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഏതെങ്കിലും ഒരു മനസ്സിലായ ഐഡിയ തോന്നുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കയറ് ഉപയോഗിച്ച് ഒരു വടിയിൽ ചുറ്റിയിട്ട് അവൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു വള്ളി വഴി അവിടെ ഉണ്ടായിരുന്ന വെള്ളവും മറ്റു സാമഗ്രികളും അവൾക്ക് കയറ് ഉപയോഗിച്ച് അവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു സോംബി സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിട്ടാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ മുറയിലേക്ക് ഒരു സോംബി വലിഞ്ഞേറി പോവുകയാണ്. അന്നേരം തന്നെയാണെങ്കിൽ ഏതനാണെങ്കിൽ അവിടെ ഏതന്റെ മുറിയുടെ അവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കി ആ സോംബിയുടെ ശ്രദ്ധ തിരിച്ച് ഒരു ഏതന്റെ മുറിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് തന്നെയാണെങ്കിൽ ഏതൻ ആ ഒരു സോംബിയെ കൊല്ലുകയാണ്. അന്നേരമാണ് ഈ ഒരു ഏതന മനസ്സിലാവുന്നത്
എന്നേക്കുമായിട്ട് ഈ ഒരു അപ്പാർട്ട്മെന്റ് അടച്ചു പൂട്ടി ഇരുന്ന അതിജീവിക്കാൻ പറ്റില്ല. അതിനായിട്ട് ഏതിനാണെങ്കിൽ ധൈര്യപൂർവ്വമാണെങ്കിൽ മറ്റു സോംബുകളെ സൗണ്ടൊന്നും കേൾപ്പിക്കാതെ ആ ഒരു റൂമിന് പുറത്തു നിന്ന് ഇറങ്ങിയിട്ട് ബ്രാൻഡൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത്. ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ വെച്ചാണ് ഒരു ബ്രാൻഡൻ എന്ന് പറഞ്ഞ ആള് സോംബായിട്ട് മരിക്കുന്നത്. അപ്പം സൗണ്ടൊന്നും കേൾപ്പിക്കാതെ ഒരു വിധത്തിലാണെങ്കിൽ ഈ ഏതിന് അവിടെ ചെല്ലുകയാണ്. ആ ഒരു ബോഡിയിൽ നിന്നും സൗണ്ടൊന്നും കേൾപ്പിക്കാതെ ആ താക്കോലെടുത്ത് ആ ഒരു റൂമിൽ കയറുകയാണ്. ആ ഒരു റൂമിൽ കയറിയപ്പോഴാണ് ഇത് ഏതിനെ മനസ്സിലായത് അവിടെ വളരെ അധികം ഫുഡുണ്ട്, ഇതെല്ലാം എടുത്തുകൊണ്ട് പോകാം എന്നൊക്കെ തോന്നുകയാണ്. ഇത് ഫുഡെല്ലാം എടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് മറ്റൊരു സോംബി തന്നെ ആക്രമിക്കാൻ വരുന്നത്. അതിനെയും ഓരോ വിധത്തിലാണെങ്കിൽ ഇത് ഏതെങ്കിലും കൊല്ലുകയാണ്. ഇതിനെയും കൊന്നു കഴിഞ്ഞിട്ട് ഈ ഫുഡെല്ലാം എടുത്തോണ്ട് പോകുന്ന വഴിക്കാണെങ്കിൽ എൻ്റെ ടൂക്കി ബാക്കി കിട്ടുകയാണ്. അത് എടുത്തോണ്ട് ഏതിൻ്റെ റൂമിലേക്ക് വരികയാണ്. അപ്പം ഈ ഒരു ഇത് വെച്ചിട്ടാണ് ആ ഒരു പെൺകുട്ടിയും ഏതിനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ആ ഒരു പെൺകുട്ടിക്ക് ഇത് വളരെ അത്ഭുതമായിരുന്നു. കാര്യം ഇത്രയും വലിയ കാര്യം ഈ ഏതിന് സിമ്പിളായിട്ട് ഇത് ചെയ്തു എന്ന് അറിഞ്ഞപ്പം ആ ഒരു പെൺകുട്ടിക്ക് വലിയ ആകാംക്ഷയായിരുന്നു. അപ്പം ഡെയിലി അവർ ഇത് വെച്ചിട്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവരെ തന്നെ അറിയാതെ അവരുടെ ഉള്ളിലാണെങ്കിൽ പ്രേമം ഉണ്ടാവുകയാണ്. ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് കഴിഞ്ഞു. അപ്പം ഏതിനാണെങ്കിൽ ഏതിൻ്റെ അപ്പാർട്ട്മെന്റിലെ ആ ഒരു വെന്റിലേഷൻ വഴി കയറി പോവുകയാണ്. ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെന്റ് കയറി ചെല്ലാം എന്ന ഒരു ഇതിലാണ് ഏതും പോകുന്നത്. അപ്പം ഈ ഒരു വെന്റിലേഷൻ വഴി പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു സോംബിയെ കാണുകയാണ്. അത് കണ്ടിട്ടാണെങ്കിൽ ഏതും വല്ലാതെ പേടിക്കുകയാണ്. ഓൾറെഡി അത് മരിച്ച ഒരു സോംബി ആയിരുന്നു. അതും കഴിഞ്ഞ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് ഏതും ചെല്ലുകയാണ്. ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ അകത്ത് ചെല്ലുമ്പോഴാണെങ്കിൽ ഏതും പറയാണ്, ആ ഒരു പെൺകുട്ടിയോട് പറയാണ് താൻ സേഫ് ആയിട്ട് ഒരു അപ്പാർട്ട്മെന്റിലെത്തി, അവിടെ ആവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് ഈ ഒരു പെൺകുട്ടിയോട് പറയാണ്. അന്നേരം ഈ ഒരു പെൺകുട്ടി പറയാണ് നീ സേഫായിട്ടിരിക്കണം, എങ്ങനെയാണ് തിരിച്ചു വരണം, കാര്യം എന്താ വെച്ചാൽ നീ ഇല്ലാതെ ഇനി പറ്റില്ല എന്നൊക്കെ ആ ഒരു പെൺകുട്ടി പറയാണ്. അന്നേരമാണെങ്കിൽ ഈ ഒരു ഏതും കാണുകയാണ് തൻ്റെ മുറിയിൽ പോലെ തന്നെ ഒരു ഫ്രിഡ്ജും കാര്യങ്ങളും വെച്ച് ഡോർ അടച്ചു വെച്ചേക്കാണ്. ആ ഒരു റൂമിന്റെ ഉള്ളിൽ ആരോ ആളുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. അന്നേരമാണെങ്കിൽ വയസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ കടന്നു വരികയാണ്. അയാളാണെങ്കിൽ ഒരു ഓടി വെച്ച് തന്നെ ആക്രമിക്കാനായിട്ടാണ് വരുന്നത്. അങ്ങനെ ഏതും പറയാണ് ഞാൻ സോംബി അല്ല, ഞാൻ ഫുഡുണ്ടോ എന്ന് അന്വേഷിച്ച് വന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് പോലും ആ ഒരു വയസ്സായിട്ടുള്ള ആള് സമ്മതിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു മുറിവുണ്ടായിരുന്നു. ആ മുറിവ് കണ്ടിട്ടാണ് ഈ ഒരു വയസ്സായിട്ടുള്ള ആള് ഇങ്ങനെ പറയുന്നത്. അപ്പം ഏതും പറയാണ് ആ ഫുഡ് എടുക്കുന്നതിന് ഇടയ്ക്കാണെങ്കിൽ ഉണ്ടായ ഒരു ഇഞ്ചുറി ആണ് അത് എന്ന് പറയുമ്പോഴാണ് ഒരു വയസ്സായിട്ടുള്ള ആള് സമ്മതിക്കുകയാണ്. ഈ വയസ്സായിട്ടുള്ള ആളാണെങ്കിൽ ഈ ഒരു ഏതനാണെങ്കിൽ അവന് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ ഒരു വയസ്സായിട്ടുള്ള ആള് ഈ ഒരു ഏതിനെ പുറകെ കൂടെ വന്ന് തലക്കടിച്ച് ആ ഒരു ഏതിൻ്റെ ബോധം നഷ്ടപ്പെടുത്തുകയാണ്. പിന്നീടാണെങ്കിൽ ഏതും കണ്ണു നോക്കുമ്പോഴാണെങ്കിൽ ആളെ ബന്ധിക്കപ്പെട്ട് ഇരിക്കുകയാണ്. ഫ്രണ്ടിലായിട്ടാണെങ്കിൽ ആ ഒരു വയസ്സായിട്ടുള്ള ആള് ഇരിപ്പുണ്ട്. എന്തിനാണ് ഈ ഏതിനെ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ എൻ്റെ ഭാര്യ സോംബിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ സോംബിനെ ഇപ്പം ഏതിനെ ബന്ധിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തിന് തൊട്ട് പുറകെയാണെങ്കിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം മിക്കപ്പോഴും ഇങ്ങനെ ജീവനുള്ള ആൾക്കാരെ കാണുമ്പം അയാളെ കൊന്നിട്ടാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഭക്ഷണമായിട്ട് കൊടുക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ സോംബികൾക്കാണെങ്കിൽ ഇറച്ചി, ചോര അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. അപ്പം അതിന് വേണ്ടി ഇന്നത്തെ ഭക്ഷണമായിട്ട് ഏതിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഏതിന് ഒരു സമയം കിട്ടിയ ഇതിലാണെങ്കിൽ ഏതിന് ആ ഒരു വയസ്സായ ആളെ ആക്രമിച്ച് ആ സോംബിക്ക് ഭക്ഷണമായിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവിടെ നിന്ന് ഷോട്ട് ഗണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പം തന്നെ ആണെങ്കിൽ കുറേ സോംബികൾ ഈ ഏതിനെ ഓടിക്കുകയാണ്. ഒരു വിധത്തിലാണെങ്കിൽ ഏതിനെ ഓടിയിട്ടാണെങ്കിൽ വേറെ ഒരു അപ്പാർട്ട്മെന്റ് ഓടി ചെന്ന് കയറുകയാണ്. അവിടെ ചെന്ന് കയറിയപ്പോഴാണ് ഈ ഏതിനൊരു മെസ്സേജ് വരുന്നത്. ആ ഒരു പെൺകുട്ടിയെ ആകെ പെട്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടിയുടെ അപ്പാർട്ട്മെന്റിലാണെങ്കിൽ കുറെ സോംബികൾ കയറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പെൺകുട്ടി നിൽക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ ആ ബാൽക്കണിയുടെ കഥയിൽ അടച്ച് അവിടെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. അന്നേരം ഇത് കേട്ട ഏതിനാണെങ്കിൽ ആ ഏത് നിൽക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നും തുണികളെല്ലാം കെട്ടിയിട്ടാണെങ്കിൽ പുറത്തേക്ക് ഇട്ട് അതൊരു ഊർന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണ്. ആ താഴത്തേക്ക് ഊർന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആണെങ്കിൽ കുറെ സോംബുകൾ എല്ലാം ഓടി വരുന്നുണ്ട്. അപ്പൊ നേരത്തെ ഒരു ഷോട്ട് ഗണ്ണ് ഏതിന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് വെച്ചാൽ വരുന്ന സോംബുകളെല്ലാം വെടിവെച്ച് കൊല്ലുകയാണ്. ആ ഒരു പെൺകുട്ടിയാണെങ്കിലും ബെഡ്ഷീറ്റ് പോലെയുള്ള തുണികൾ ഉപയോഗിച്ച്
കെട്ടിയിട്ടാണെങ്കിൽ താഴത്ത് ഇട്ട് കൊടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഏതാണ് ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്താനായിട്ടാണ്. അപ്പം കയറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണെങ്കിൽ പെൺകുട്ടി നിൽക്കുന്നതിന്റെ തൊട്ട് താഴത്തെ അപ്പാർട്ട്മെന്റ് അവിടെ എത്തിയപ്പോഴത്തേക്കും സോംബികളും തന്റെ പുറകെ ആ കയറാലല്ല ആ തുണിയെ തൂങ്ങി മണ്ടയിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പെൺകുട്ടി നിൽക്കുന്നതിന്റെ ആ ഒരു മുറിയുടെ താഴെ വെച്ച് ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് കയറുകയും അവിടെ വെച്ച് തുണിയെ കട്ട് ചെയ്ത് താഴത്തേക്ക് ആ സോംബിളെ ഇടുകയാണ് ചെയ്തത്. എന്നിട്ടാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ താഴത്തേക്ക് അത് തൂങ്ങി താഴത്തേക്ക് ഇറങ്ങാൻ പറയാണ്. എന്നുവെച്ചാൽ അത് വളരെ അപകടം പിടിച്ച വഴിയാണെങ്കിൽ പോലും അവരുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. ഒരു വിധത്തിലാണെങ്കിൽ ആ പെൺകുട്ടിയുടെ മുറിയിൽ നിന്നും താഴത്തേക്ക് ചാടുകയാണ്. എന്നിട്ട് അവിടെ നിന്നുവാണെങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ്. എന്നുവെച്ചാൽ സോംബികള് കാണാതെ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കാണുന്ന സോംബികളെ ആണെങ്കിൽ അവർ ആക്രമിച്ചിട്ടാണ് ഇറങ്ങി ഓടുന്നത്. ഒരു വിധത്തിലാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ റൂമിന്റെ അങ്ങോട്ട് അവരെ ഓടി എത്തി. അവരെ ആ ഒരു റൂമിന്റെ അകത്തേക്ക് കയറാൻ മുമ്പാണെങ്കിൽ ഒരു സോംബി വരികയും അവര് ഏതനെ കടിക്കുകയും ചെയ്യുകയാണ്. അന്നേരമാണെങ്കിൽ ഒരു വിധത്തിൽ ആ സോംബിയെ കൊന്നിട്ട് ഇത് ഏതനും ആ ഒരു പെൺകുട്ടിയും കൂടെ ആ ഒരു റൂമിനകത്തേക്ക് കയറുകയാണ്. ആ ഒരു റൂമിനകത്ത് കയറി കഥ അടിച്ച് കൊണ്ടാണെങ്കിൽ ആ ഒരു ഏതനാണെങ്കിൽ ആ ഒരു പെൺകുട്ടി അടുത്തേക്ക് വരുന്നത് തടയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സോംബിയുടെ കടി ആ ഒരു ഏതിന്റെ വയറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് താൻ ഉടനെ സോംബിയെ മാറും എന്ന് കരുതിയിട്ടാണ് ഏതൻ അങ്ങനെ പറയുന്നത്. അപ്പൊ ഏതൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് ആ ഒരു ബാൽക്കണി ചെന്നിട്ട് അവിടെ നിന്ന് ചാടാൻ ഒരുങ്ങിയാണ്. അന്നേരമാണ് ആ ഒരു പെൺകുട്ടി പറയുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണ്ട, നീ ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണ്ട, ഒറ്റയ്ക്കുള്ള ജീവിതം എത്ര ഭയാനകരമാണ് എന്ന് ആ ഒരു പെൺകുട്ടി ഏതനോട് പറയാണ്. ഏതിന് അത് മനസ്സിലാവുന്നുണ്ട്. കാര്യം കുറെ മാസങ്ങളായിട്ട് ഏതിന് ഒറ്റയ്ക്കാണ് ആൾ താമസിച്ചിരുന്നത്. അപ്പൊ അതിന്റെ കാഠിന്യം എന്തോരമാണ് എന്ന് ഏതിനും നല്ലപോലെ അറിയായിരുന്നു. അന്നേരം ഏതനാണെങ്കിൽ തന്റെ മേത്തുണ്ടായിരുന്ന ഷർട്ടും ബനിയനും എല്ലാം അഴിച്ചു മാറ്റിയാണ്. അന്നേരമാണ് അവർ രണ്ടുപേർക്കും സമാധാനമാവുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ ഏതിന്റെ വയറ്റിലാണെങ്കിൽ കടിയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അന്നേരമാണ് അവർക്ക് രണ്ടുപേർക്കും സമാധാനമാവുന്നത്. അന്നേരം തന്നെ ആണെങ്കിൽ കുറെ സോംബികൾ ആ ഒരു റൂമിലേക്ക് കടന്നു വരാനായിട്ട് കഥകളെല്ലാം തള്ളുന്നുണ്ടായിരുന്നു. അന്നേരം തന്നെ പെട്ടെന്ന് അവരെ രണ്ടുപേരോട് ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് ആ ഒരു കഥക അകത്തൊക്കെ തുറക്കാൻ പറ്റാത്ത രീതിയിൽ അടച്ചു വെക്കുകയാണ്. എന്നിട്ട് അവര് രണ്ടുപേരും പറയാണ്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഈ ഒരു ജീവിതം പോരാടാം, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും വരും എന്ന് പറഞ്ഞ് അവര് അവിടെ തുടരുകയാണ്. ഇവിടെയാണ് നമ്മുടെ ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് നിങ്ങൾ സിനിമ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോസ് നമ്മൾ ഇനിയും കാണുന്നതാണ്. നമ്മൾ നേരത്തെ ആണെങ്കിൽ സോംബിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു സിനിമയും കൂടെ കയറി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി സിനിമകളുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.